എഴുതിയ ഒരു പുസ്തകമാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ Father Roger Varapalli, a Capuchin priest known for his dynamic presence in both spiritual and creative spheres, has made significant contribution to pastoral community and media, music and arts. അച്ഛൻ്റെ പ്രത്യേക പരിപാടികൾ, അതായത് അച്ഛൻ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, he was the vice president of WOW, the Word of Whistles, from 2017 to 2022. He is an editor of Slate magazine. He is a mentor. He is a member of CARP. And his famous publication and media contributions involves Deva Chaya, a collection of poems, and he has also done 15 albums in Malayalam, Hindi, and English. Newsletter editor of Santham Waves, music director at Shalom Channel, and his recognitions and records goes like this. He is a Guinness World Record holder for musical whistling. He has also got Indian Book of Records, Best of India Records, Limca Book of Records, Asia Book of Records, Kerala Book of Records. That's for the 800 pictures that you have seen right here in this room. And that is done using waste paper and ordinary writing pen. His media appearances involves Kairali TV, Flower TV, Shalom TV, Goodness TV, and Boom Channel. He has also done 15 art exhibitions, including 2 international showcases. So, അച്ഛൻ്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാനായിട്ട് ഫാദർ ജീസൺ കാളൻ കപ്പൂച്ചിൻ, ആലുവ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ അച്ഛനാണ്. അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി അൻവിത അനിൽ, ആൻഡ് ഐ ഹാവ് സംതിങ് ടു ടെൽ അബൌട്ട് ഹർ. Anvita Anil is a 15-year-old student from Kendriya Vidyalaya, Bangalore, whose love for storytelling and poetry has already begun making waves. In 2023, Anvita became a published author with her debut novel titled The One Who Wasn't Ordinary, a fitting name for someone whose words carry extraordinary depth. She finds comfort and creativity in writing poems that speak of everyday emotion and honesty. Today, I request her to receive the book from our father, Jason.
സ്നേഹബഹുമാനപ്പെട്ട RV കപ്പൂച്ചനച്ച, റീബ ടീച്ചർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട അതിഥികളെ, രണ്ട് കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഈ പുസ്തക പ്രകാശനത്തോടനുബന്ധിച്ച്. ഒന്ന്, ഈ കലാഗ്രഹത്തെക്കുറിച്ചാണ്. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇവിടെ വരുമ്പോൾ നമുക്കൊരു പ്രതീതിയുണ്ട്, നാം ശ്വസിക്കുന്നത് പോലും കലയാണെന്നുള്ള ഒരനുഭവം. അത്രയേറെ വ്യത്യസ്തവും മനോഹരവുമായ ചിത്രങ്ങളാൽ ഈ ഗൃഹം അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. സത്യത്തിൽ ഞാൻ ആദ്യം ഈ ചിത്രങ്ങൾ കണ്ടപ്പോൾ, തുറന്നു പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ആധുനിക കല പ്രത്യേകിച്ചൊന്നും നമുക്ക് മനസ്സിലാക്കാനില്ല. അത് ആദ്യത്തെ മിനിറ്റിലെ എൻ്റെ ചിന്താഗതിയായിരുന്നെങ്കിൽ പിന്നെ നിമിഷങ്ങൾ ചിലവഴിക്കും തോറും ഇവിടെ ഏകദേശം 800 ചില്ലാനം 1000-ന് താഴെ ചിത്രങ്ങളുണ്ട്. ഈ 1000 ചിത്രങ്ങൾ 10,000 കാര്യങ്ങൾ നമ്മോട് സംവദിക്കും. അച്ഛൻ്റെ പുസ്തകത്തിന് ഒരു അടിക്കുറിപ്പിട്ടിട്ടുണ്ട്, ധ്യാനചിന്തകൾ. അതുപോലെ തന്നെയാണ് ഈ ചിത്രരചനയും. ധ്യാനപൂർവ്വം കാണേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു ചിത്രത്തിൽ തന്നെ ഏറെ ആശയങ്ങൾ നമ്മോട് സംവദിക്കപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് കല ശ്വസിക്കുന്ന ഒരു ഗൃഹമാണ്, കലാഗൃഹം. അച്ഛനെക്കുറിച്ച് ഇവിടെ പല റെക്കോർഡുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനൊരു ചെറിയൊരു സെൻറ്റൻസിൽ അച്ഛൻ്റെ പ്രതിഭയെ ലളിതമായിട്ട് പറയാൻ വിചാരിക്കുക. ഇത്രയേ ഉള്ളൂ, വിസിലടിക്കുന്നതിന് പോലും റെക്കോർഡ് വാങ്ങിച്ചിട്ടുള്ളതാണ് RV കപ്പൂച്ചനച്ചൻ. നമ്മൾ വെറുതെ വിസിലടിച്ച് നടക്കുകയല്ലേ, പുള്ളി വിസിലടിച്ച് റെക്കോർഡ് വാങ്ങിച്ചു. അങ്ങനെ ഓരോരോ കാര്യത്തിലും ഒരു സർവകല പ്രതിഭ. ഞാൻ അച്ഛനെ പരിചയപ്പെടുന്നത് ആന്ധ്രയിൽ, ഞാൻ തിയോളജിക്കും അച്ഛൻ ഫിലോസഫിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അന്നെനിക്ക് ഈ പേര് വളരെ രസകരമായിട്ട് തോന്നി, RV കപ്പൂച്ചൻ. ഇത് അതിൽ തന്നെ ഒരു ചോദ്യമല്ലേ, ഇതെങ്ങനെ ഒരു പേരാകാൻ സാധിക്കുന്നത്? അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഇദ്ദേഹത്തിന് അറിയില്ലേ കപ്പൂച്ചനാണോ എന്ന്? നേരത്തെ ഈ ചിത്രരചനയെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ് പുസ്തകവും അത് കണക്ക്. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ വിവരിച്ച് പറയുന്നത്. പക്ഷെ രണ്ടാമതൊരു ചിന്തയിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അതൊരു ആത്മപരിശോധനയ്ക്കുള്ള ചോദ്യമാണ്. ഇത് ആത്മവിമർശനമാണ്. ഒരു കൂട്ടായ ആത്മവിമർശനത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു പേരാണ് അച്ഛൻ്റെ തൂലിക നാമം തന്നെ. ശരിക്കും നമ്മൾ കാപ്പൂച്ചിൻസ് ആണോ? ഇങ്ങനെ അങ്ങ് പോയാൽ മതിയോ എന്നൊരു ധ്വനി അതിനകത്തുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഈ അവസരത്തിൽ ഞാൻ മരിച്ചുപോയ അവരുടെ മാതാപിതാക്കളെ, റീബ ടീച്ചറിൻ്റെയും അതുപോലെ കപ്പൂച്ചനച്ചൻ RV കപ്പൂച്ചൻ്റെയും വേറെ 2 സഹോദരങ്ങൾ അവർക്കുണ്ട്, മാതാപിതാക്കളെ ജേക്കബ് മാഷയും സെലിൻ ടീച്ചറെയും സമയം പ്രാർത്ഥനാപൂർവ്വം ഓർക്കുകയാണ്. അവരും കൂടി ചേരുമ്പോഴാണ് സത്യത്തിൽ ഇത് കലാഗ്രഹമാകുന്നത്. അവർ വലിയ ശിഷ്യസമ്പത്തുള്ള, ശിഷ്യരാൽ സ്നേഹിക്കപ്പെട്ട കലാകാരായ മാതാപിതാക്കളായിരുന്നു. ആ ഗുണങ്ങളൊക്കെ മക്കളിലേക്കും അവർ പകർന്നു കൊടുത്തിട്ടുണ്ട്. റീബ ടീച്ചർ ഞാൻ അധികം പരിചയപ്പെട്ടിട്ടില്ല, പക്ഷെ അച്ഛൻ പറഞ്ഞു, എനിക്ക് അറിയാം, അധ്യാപിക, എഴുത്തുകാരി എന്നതിലേക്ക്. അതുപോലെ തന്നെ മറ്റ് ഒരു സഹോദരി കൂടി ഉണ്ട്. അവരും സംഗീതത്തിലും ചിത്രരചനയിലും സാഹിത്യത്തിലുമൊക്കെ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ഇവരെല്ലാവരും ചേർന്ന്, ഇവിടെ ഉണ്ടായിരുന്നവരും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നവരും സത്യത്തിൽ ഇതിനെ കലയുടെ ഒരു വീടാക്കി മാറ്റിയിരിക്കുന്നു. ഇങ്ങനെയൊരു ഗൃഹത്തിൽ, കലാഗൃഹത്തിലായിരിക്കാൻ കഴിയുക എന്ന് തന്നെ ഞാനൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. RV കപ്പൂച്ചനും റീബ ടീച്ചർക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ സമയം നേരുകയാണ്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് പുസ്തകത്തെക്കുറിച്ചാണ്. പുസ്തകം ഞാൻ അതറിയിക്കുന്ന നീതി പുലർത്തിയിട്ടില്ല. കാരണം
ധ്യാനപൂർവ്വം ഒന്നുകൂടെ വായിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനത് കൊണ്ടു നടക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. പ്രിയമുള്ളവരെ, ഈ പുസ്തകത്തിലൂടെ ആദ്യത്തെ വരികളിലൂടെ ഞാൻ കടന്നുപോയി. ചുരുങ്ങിയത് ഒരു വിഭാഗം ചിന്തകൾ അത് ഓർമ്മപ്പെടുത്തിയത് കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതകളാണ്. അച്ഛൻ പറയുന്നുണ്ട് അതിനകത്ത്, ചരിക്കണം ചിരിച്ചു നീ, ധരയിലുള്ള കാലം രചിച്ചവൻ തൻ ഉടലിലുള്ള പ്രത്യാശയിൽ. ഒരു തേയിസ്റ്റിക് എക്സിസ്റ്റൻഷ്യലിസം, അസ്തിത്വവാദം വളരെ ലളിതമായി അച്ഛൻ ഈരടികളിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കുഞ്ഞുണ്ണി മാഷായിട്ടൊരു താരതമ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ലളിതമാണ് ചിന്തകൾ, പക്ഷേ അതിനകത്ത് ഗഹനമെന്ന് തോന്നിപ്പിക്കുന്ന ആശയങ്ങളുണ്ട്. പെട്ടെന്ന് നമുക്ക് വേഗത്തിൽ വായിച്ചെടുക്കാം. ഒരു ഇൻസ്റ്റൻറ്റ് കോഫി കുടിക്കുന്ന ഒരു ആസ്വാദനം ഈ വരികളിലൂടെ ചിലപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു എഴുത്തായിട്ടാണ് ഞാനതിനെ കാണുക. അതായത് നമ്മുടെ കാലഘട്ടമൊക്കെ വേഗത കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സംസ്കാരത്തിലൂടെ കടന്നു. വേഗത, എല്ലാം ഇൻസ്റ്റൻ്റ് ആകണം, എല്ലാം ഷോർട്ട് ആകണം. റീൽസ്, ഷോർട്ട് വീഡിയോസ്, ഇൻസ്റ്റൻറ്റ് കോഫി, അങ്ങനെ ഇൻസ്റ്റൻറ്റ് ഫുഡ്, ഇതൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആർക്കും സമയമൊന്നുമില്ല. ഈ സമയമില്ലാത്തവർക്ക് വേണ്ടി നുറുങ്ങുവട്ടങ്ങളായിട്ട് അച്ഛൻ തൻ്റെ ചിന്തകളെ അതിലൂടെ അവതരിപ്പിച്ചിരിക്കുക. പക്ഷേ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു ആവർത്തനമൊന്നും അതിനകത്തില്ല. കാരണം പിന്നെയും വേറെ വേറെ നൂതനമായ ശൈലികളിലൂടെ അച്ഛൻ തൻ്റെ ചിന്തകൾ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ തനതായ ഒരു ആഖ്യാന ശൈലി, ഒരു ആവിഷ്കാര രീതി ഈ പുസ്തകത്തിൽ കണ്ടെത്താനാകും. നേരത്തെ സൂചിപ്പിച്ച R.V. കപ്പൂച്ചിൻ എന്നതുപോലെ തന്നെയാണ് പുസ്തകത്തിൻ്റെ ടൈറ്റിലും, നുണയൻ്റെ വാക്ക്. പ്രത്യക്ഷത്തിൽ നമുക്ക് അല്പം നെഗറ്റീവ് ടോണുണ്ട്, നുണയൻ്റെ വാക്കാണ്. പക്ഷെ അത് ക്ഷണിക്കുന്നത് അതിലൂടെ ഒരു വിരോധാഭാസത്തിലൂടെ, അല്ലെങ്കിൽ അല്പം വിമർശനാത്മകമായി ഒരു വീണ്ടും വിചാരത്തിന് ക്ഷണിക്കുകയാണ്. നുണയൻ്റെ വാക്ക് കാലഘട്ടത്തിനനുസരിച്ച്, നമ്മുടെ ഈ വേഗത നിറഞ്ഞ കാലഘട്ടത്തിനനുസൃതമായി ഒരു എഴുത്തുകാരൻ നമുക്കിടയിൽ പിറവി കൊണ്ടു. ഇപ്പോഴാണ് ഞാൻ കരുതുന്നത്, പക്ഷെ ഇപ്പോൾ അത് ഈ പുസ്തകത്തിലൂടെ കുറേ കൂടെ വെളിച്ചം കണ്ടു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. അച്ഛൻ്റെ എഴുത്തുകൾക്കും ഈ കലാഗ്രഹത്തിനും ചിത്രരചനകൾക്കൊക്കെ ഒരു കപ്പൂച്ചിൻ ടച്ചുണ്ട്. അത് ഒരുപക്ഷെ ആ ക്രെഡിറ്റ് ഞങ്ങൾ എടുക്കുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ആങ്കർ പറഞ്ഞത് ഇതെല്ലാം വേസ്റ്റ് പേപ്പറിൽ സാധാരണ പേനയെടുത്ത് വരച്ചുണ്ടാക്കിയിരിക്കുന്നതാണ്. അതുപോലെ വലിയ സംഗീതം അല്ലെങ്കിൽ വീണമീട്ടി സംഗീതം തീർക്കാൻ അച്ഛന് കഴിയും, വിസിലടിച്ചും സംഗീതം തീർക്കാൻ അച്ഛന് കഴിയും. ഈരടികളിലൂടെ ഗഹനമായ ആശയങ്ങൾ അച്ഛന് പങ്കുവയ്ക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു കപ്പൂച്ചിൻ ടച്ച് അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉണ്ട് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അതിവിടെ പറയുന്നതിൽ എല്ലാവരുടെയും പേരിൽ ഈ സമയം R.V. കപ്പൂച്ചിന് മാത്രമല്ല, റീബ ടീച്ചറിനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഉപസംഹരിക്കുന്നു.